ലേഖനം ആരാണ് കുറ്റക്കാർ? രചന മാഗ്ലിൻ ജാക്സൺ. അന്യരാജ്യത്തേക്ക് ജോലിക്കായി പോകുന്ന കുട്ടികളെ ഓർത്ത് നമ്മൾ വേണ്ടതിലധികം വേവലാതിപ്പെടുമ്പോൾ ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത നാട്ടിലേക്ക് സ്വയം ചേക്കേറുന്ന യുവതലമുറയുടെ എണ്ണം കൂടുന്നത് നമ്മൾ കാണുന്നില്ലേ? കുട്ടികളുടെ ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടിയ വിലയുള്ള ഫോൺ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ, TV കാണാൻ സമ്മതിച്ചില്ലെങ്കിൽ, ബൈക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ, കൂട്ടുകാർക്കൊപ്പം പുറത്തു പോകാൻ സമ്മതിച്ചില്ലെങ്കിൽ, അതുപോലെ 15 വയസ്സുള്ള പയ്യൻ പ്രണയം നിരസിച്ചതിന്, അമ്മ മകനെ വഴക്കു പറഞ്ഞതിന്, പരീക്ഷയിൽ തോറ്റതിന്, ഇങ്ങനെ പോകുന്നു കൗമാരപ്രായക്കാരുടെ ആത്മഹത്യയുടെ കാരണങ്ങൾ. 15-നും 20-നും ഇടയ്ക്കുള്ള ജീവിതം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. അവർക്ക് നിസ്സാരമായ ഒരു പ്രശ്നം പോലും നേരിടാൻ കഴിയുന്നില്ല. കൂടുതലും ആൺകുട്ടികളാണ് ഇതിന് മുതിരുന്നത്. കൗമാരപ്രായക്കാരായ കുഞ്ഞുങ്ങൾ കഴുത്തറുത്തും വിഷം കഴിച്ചും ജീവിതം അവസാനിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു മുഴം കയറിൽ തൂങ്ങിയാടുന്നതുമൊക്കെ കാണുമ്പോൾ അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന ചിന്തിക്കാൻ കൂടി വയ്യ. മിക്കയിടങ്ങളിലും ഒറ്റ കുട്ടിയായിരിക്കും. സഹോദരങ്ങളില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളിലാണ് കൂടുതലും ആത്മഹത്യയിലേക്കും മയക്കുമരുന്നുകളിലേക്കും ചേക്കേറുന്നത് എന്ന് ചില പഠനങ്ങൾ പറയുന്നു. ഇന്ന് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് മൊബൈൽ ഫോൺ. പല ചതികളും അതിൽ ഒളിച്ചിരിക്കുന്നത് അറിയാതെ പല കുട്ടികളും ആ ചതിയിൽ പോയി വീഴുന്നു. അവസാനം ആത്മഹത്യയിൽ അവസാനിക്കുന്നു. കുട്ടികളെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് എന്തും നേരിടാനുള്ള മനോധൈര്യം നൽകുകയാണ് നമ്മൾ അത്യാവശ്യമായി ചെയ്യേണ്ടത്. അതിനു പകരം പല ജന്മങ്ങളുണ്ടെന്നും ഇനിയും ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടുമെന്നുമൊക്കെയുള്ള കാവ്യഭാവന നമ്മൾ ശാസ്ത്ര സത്യങ്ങൾ പോലെ കുട്ടികളിൽ കുത്തിവെക്കുന്നത് തെറ്റല്ലേ? അതും അവരെ മോഹിപ്പിക്കില്ലേ? പുതുതലമുറയെയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. പക്ഷെ അവർ വളർന്നാൽ ഊറ്റം കൊള്ളുന്ന ഞാൻ വളർത്തിയിട്ടാണ് അവൻ അല്ലെങ്കിൽ അവൾ ഈ നിലയിൽ എത്തിയതെന്ന് വീമ്പിളക്കുന്നവരെ നമുക്ക് കാണാം. അവർ തളരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും നമുക്ക് ബാധ്യതയില്ലേ? നമ്മളെ കണ്ടും നമ്മുടെയൊക്കെ ജീവിതം കണ്ടുമാണ് അവർ വളർന്നത്. അവരിലെ തെറ്റുകൾക്കും അവരിലുണ്ടായ ദുശ്ശീലങ്ങൾക്കും മാതാപിതാക്കളും ഗുരുക്കന്മാരുമല്ലേ ഉത്തരവാദികൾ? നിങ്ങളുടെ കയ്യിലിരിപ്പും വിധിയും കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയത് എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്താതെ നമ്മൾ കൂടെ ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ നേരെയാകും. സ്കൂളുകളിൽ കുട്ടികൾക്ക് കൃത്യം മാസത്തിൽ ഒരു ദിവസം കൗൺസിലിംഗ് കൊടുക്കുക. കൊച്ചു കുട്ടികളല്ലേ അവർ? കുറ്റപ്പെടുത്തുന്നത് നമുക്ക് പോലും ഇഷ്ടമല്ലാത്തപ്പോൾ അവരുടെ കാര്യം പറയണോ? അവർ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് ഒരു പരിധിവരെയെങ്കിലും കാരണക്കാർ നമ്മളല്ലേ? നമ്മുടെ കാരണവന്മാരും ഗുരുക്കന്മാരും നല്ലത് മാത്രം ചൊല്ലിത്തന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ നന്നായത് എന്നോർക്കുക. ഒരു മൂല്യബോധവും ജന്മസിദ്ധമല്ല, ആർജിക്കുന്നതാണ്. മക്കൾക്കൊപ്പം കുറച്ചു നേരം ചിലവഴിക്കാൻ ആർക്കാ ഇപ്പോൾ സമയം? മാതാപിതാക്കൾ തങ്ങളുടെ കടമ നിർവഹിക്കുന്നുണ്ടോ? മക്കളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നമ്മുടെ മുമ്പിലൂടെയാണ് കടന്നു പോകുന്നത്. കുട്ടികൾ ജനിക്കുമ്പോൾ അവരുടെ മനസ്സ് ഒരു വെള്ളക്കടലാസ് പോലെ ഇരിക്കും. അതിൽ തൂലിക കൊണ്ട് ഓരോന്ന് എഴുതി ചേർക്കുന്നത് മാതാപിതാക്കളും ഗുരുക്കന്മാരും സമൂഹവുമാണ്. ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയാകുന്നെങ്കിൽ അതിന് കാരണം സ്നേഹത്തിൻ്റെ അടിസ്ഥാനമില്ലാത്ത കുടുംബ ബന്ധങ്ങൾ തന്നെയാണ്. എന്നും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി പിതാവ് കള്ളു കുടിച്ചു വന്ന് അമ്മയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് കണ്ടു വളരുന്ന മക്കൾ, ആ മക്കളെ ഉപദേശിക്കാൻ അച്ഛനമ്മമാർ യോഗ്യരാണോ? മകനോട് നീ പുകവലിക്കരുത്, കള്ളു കുടിക്കരുത് എന്നൊക്കെ പറയാൻ മദ്യപാനിയായ അച്ഛന് എന്ത് യോഗ്യതയാണുള്ളത്? മാതാപിതാക്കളാകണം മക്കൾക്ക് മാതൃക. അച്ഛൻ പുകവലിക്കുമെങ്കിൽ മകനോട് നീ വലിക്കരുതടാ, ഇനി നീ പുകവലിക്കുന്നത് കണ്ടാൽ അറിഞ്ഞാൽ നിന്നെ തല്ലുമെടാ കൊല്ലുമെടാ എന്നൊക്കെ പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. ഇന്നത്തെ തലമുറ തിരിഞ്ഞു നിന്ന് ചോദിക്കും, ഇതൊക്കെ ചെയ്യുന്ന അച്ഛനാണോ എന്നെ ഉപദേശിക്കാൻ വരുന്നത് എന്ന്. ഓരോ ദിവസവും നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലയേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭാര്യയും ഭർത്താവും ജോലി ചെയ്താൽ കൂടി കുടുംബം പുലർത്താൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. ഓഫീസിലെ ജോലിയും വീട്ടിലെ ജോലിയും കൂടിയാകുമ്പോൾ മക്കളെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല.
കിട്ടുന്ന കുറച്ചു സമയം മക്കളുമായി ചെലവഴിക്കുക. സമയത്തിൻ്റെ ദൈർഘ്യമല്ല പ്രധാനം, അതിൻ്റെ ഗുണനിലവാരമാണ്. ഒന്നിച്ചിരുന്ന് മണിക്കൂറുകൾ ടി വി കണ്ടിട്ട് എന്ത് കാര്യം? കുട്ടികളുമായി നിങ്ങളൊരു സൗഹൃദമുണ്ടാക്കുക. അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും അറിഞ്ഞ് പരിഹാരം കണ്ടെത്തുക. മക്കളെ ചേർത്ത് പിടിക്കുക. അവരുമായി ഉല്ലാസയാത്രകൾ നടത്തുക. അവരുടെ കൂട്ടുകാരുമായി സൗഹൃദം പുലർത്തുക. മക്കൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകരുമായി മാസത്തിലൊരിക്കലെങ്കിലും നേരിൽ സംസാരിക്കുക. മക്കളുമായി നല്ലൊരു സുഹൃത്ത് ബന്ധം വെച്ച് പുലർത്തുന്നത് നല്ലതാണ്. മാതാപിതാക്കളോട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം മക്കൾക്ക് നൽകുക. ഒപ്പം ആവോളം കരുതലും സ്നേഹവും നൽകി അവരെ ചേർത്ത് പിടിക്കുക. മക്കളെക്കുറിച്ച് പ്രശസ്ത കവി ഖലീൽ ജിബ്രാൻ പറഞ്ഞത് ഓർക്കുക. അവർ നിങ്ങളുടെയല്ല, നിങ്ങളിലൂടെ വരുന്നു എന്ന് മാത്രം. അവർക്ക് അവരുടെ ചിന്തകളുണ്ട്. നിങ്ങളുടെ ചിന്തകൾ അവർക്ക് ചേരണമെന്നില്ല. നിങ്ങൾക്ക് കാണാനിടയില്ലാത്തൊരു കാലത്തിലേക്ക് നിങ്ങൾ എയ്തുവിടുന്ന അസ്ത്രങ്ങളാകട്ടെ നിങ്ങളുടെ കുട്ടികൾ.